അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, ഇപ്പോൾ നിയമോപദേശം തേടിയ ശേഷമാണ് ഇതിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ആരും തന്നെ ഈ SIT രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തു വന്ന വിവരങ്ങളുണ്ട്. SIT അതിൽ അന്വേഷണം നടത്തിയപ്പോഴാണല്ലോ 2 ഗ്രേഡ് SIമാരുടെ മൊഴിയടക്കമുണ്ട്. പക്ഷേ ഈ പറയുന്ന കേസ് അന്വേഷിച്ച ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി കേസ് ഡയറി തിരുത്തിച്ചു എന്ന മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ തിരുത്തിക്കാൻ വിളിച്ചു വരുത്തിയതിന്റെ തെളിവ് കൂടി വേണ്ടതുണ്ട്. അത് ഈ SITയുടെ റിപ്പോർട്ടിലില്ല. അതുകൂടി കിട്ടിയ ശേഷം ഒരു പിഴവുകളുമില്ലാതെ പഴുതടച്ചുള്ള റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് DGP ഇപ്പോൾ ആ റിപ്പോർട്ട് മടക്കിയത് എന്നാണ് സാങ്കേതികമായി അറിയിക്കുന്നത്. അതിൽ എത്രത്തോളം ശരിയുണ്ടെന്നാണ് അങ്ങ് കരുതുന്നത്? ഈ നടപടികളിൽ ഒരു ചെറിയ വീഴ്ച പോലും ഉണ്ടായാൽ സ്വാഭാവികമായും അജിത് കുമാറിന് കോടതിയിലേക്ക് പോകാൻ പറ്റും. അത് സർക്കാരിന് വലിയ തിരിച്ചടിയാവും എന്ന വിലയിരുത്തലുണ്ട് സർക്കാരിന് എന്ന വാദവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. ചില സൂചനകൾ മാത്രമാണ് സ്മൃതി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള പരാമർശം SITയുടെ റിപ്പോർട്ടിൽ നിലനിൽക്കുന്നതല്ല എന്ന ആശങ്ക കൊണ്ടാണ് DGP ഇത് മടക്കിയതെന്നോ, അല്ല ശ്രീ ആനന്ദ് ചൂണ്ടിക്കാട്ടിയതുപോലെ സസ്പെൻഷനോ മറ്റു നടപടികളോ എടുക്കാനോ അല്ലെങ്കിൽ പ്രൊമോഷൻ വൈകിപ്പിക്കാനോ ഉള്ള വൈമുഖ്യം കൊണ്ടാണോ മടക്കിയതോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ മുൻപിൽ ചില സൂചനകൾ മാത്രമാണ്. ഒരു കാര്യം വ്യക്തമാണ്, SITക്ക് ശക്തമായ തെളിവുകളോടുകൂടി ഈ റിപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ SIT എത്രത്തോളം ഇന്റഗ്രിറ്റിയോടുകൂടിയാണ് ഇത് അന്വേഷിച്ചിരിക്കുന്നതെന്നുള്ളത് സംശയത്തിന്റെ നിഴലിൽ വരികയാണ്. കാരണം ഇത് നമുക്കിപ്പോൾ ഇന്ന് CMന്റെ പ്രസ് കോൺഫറൻസ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു യൂട്യൂബിൽ പിന്നീട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നടപടിയെടുക്കുവാനുള്ള ഒരു നിയമപരമായിട്ട് ധാർമ്മികമായിട്ടും മുൻപോട്ട് പോകുവാനുള്ള ഒരു സന്നദ്ധതയില്ലായ്മയൊന്നും അവിടെ പ്രകടമല്ല. നമുക്കിപ്പോൾ ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിലേറിയ ഒരു CM ആണ്. അദ്ദേഹത്തിന്റെ വാക്കുകളെ ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ അവിശ്വസിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. പിന്നെ പക്ഷേ ഇതിനകത്ത് മാധ്യമങ്ങളുടെ അതിജാഗ്രതയെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിരുന്നു. അവിടെ ഒരു ചെറിയൊരു എക്സെപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്രിമിനൽ കേസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് നഗ്നമായിട്ട് കാക്കിയിട്ടുകൊണ്ട് മീഡിയ കണ്ണുകളുടെ മുൻപിൽ ഇതുപോലെ പ്രതിഷേധക്കാരെ ഈ നൂറ്റാണ്ടിൽ ഇതുപോലെ അടിച്ചമർത്തുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ ഒരു സിവിൽ കേസും ക്രിമിനൽ കേസും തമ്മിലുള്ള വ്യത്യാസം, എവറി ക്രൈം ഈസ് ആൻ ഒഫൻസ് അഗൈൻസ്റ്റ് സൊസൈറ്റി. സമൂഹത്തിനെതിരെയുള്ള ഒഫൻസാണ് ഓരോ ക്രൈമും. ആ ക്രൈമിനെ നിയന്ത്രിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ കുറ്റം ചെയ്യേണ്ടതിനെ ശിക്ഷിക്കേണ്ടവരായിട്ടുള്ള പോലീസുകാർ പ്രതിഷേധിക്കുന്ന, ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിക്കുന്ന ആൾക്കാരെ അതിക്രൂരമായിട്ട് നിയമപരമായിട്ട് അതിനുള്ള ഒരു അധികാരവുമില്ലാതെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്ന് പറയുന്ന ആ ഒരു പദവി മാത്രം കൊണ്ടു നടക്കുന്ന ആ ഒരു വ്യക്തി ഇതുപോലെ വടിയുമായിട്ട് ആ വാഹനത്തിൽ നിന്നും ചാടിയിറങ്ങി അവിടെ കാണിച്ചു കൂട്ടിയ ഈ മൃഗീയതയെ കേരള മനസാക്ഷി അപലപിച്ചിരുന്നു. കേരള മനസാക്ഷിയെ അത് വിറങ്ങലിപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള ക്രൂരതയാണ് സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്തത് നമ്മൾ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ സമൂഹത്തിൽ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഫോർത്ത് എസ്റ്റേറ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പം അധികാര കേന്ദ്രങ്ങൾക്ക് നേരെ വാഴ്ത്തുപാട്ട് പാടി നീങ്ങുന്നതല്ല മാധ്യമധർമ്മം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇങ്ങനൊരു വിഷയത്തിൽ എവിടെ എന്താ നീതി നടപ്പാക്കപ്പെടും എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള മാധ്യമ സമൂഹം ഇതിനെ സംബന്ധിച്ചിടത്തോളം വിമർശനാത്മകമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ തന്നെയും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നൊക്കെ തന്നെ സർക്കാരിന് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള താല്പര്യക്കുറവോ തീരുമാനമെടുക്കാനുള്ള വൈമുഖ്യമോ ഒന്നും തന്നെ പ്രകടമല്ല. വി ക്യാൻ ട്രസ്റ്റ് ഹിം. പക്ഷേ ഇവിടെ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഈ DGP ഇത് മടക്കി എന്ന് പറയും, സ്റ്റേറ്റ് പോലീസ് ചീഫ് ഇത് മടക്കി എന്ന് പറയുമ്പോൾ അതെന്തിനാണ് മടക്കിയതെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ചോദിച്ച പ്രിസൈസ് ക്വസ്റ്റ്യൻ അതാണ്. ചില സൂചനകൾ മാത്രമാണ് നമുക്കുള്ളത്. ഒരു പക്ഷേ ഇനി അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റത്തിന് വിഘാതമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ നിരീക്ഷണവും സാധ്യതയും മാത്രമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മടക്കിയതാകാനും വഴിയുണ്ട്. കാരണം ഈ അന്വേഷണം അട്ടിമറിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു വിഷയം മലയാളികളുടെ കൺമുമ്പിൽ ഇത്ര വലിയൊരു ക്രൂരത നടന്നു, അതിൽ നീതി കിട്ടേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നി, അല്ലെങ്കിൽ ജനങ്ങൾ കരുതുന്നു. പോലീസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നത് നാം വളരെ വലിയൊരു ഷോക്കോടുകൂടിയാണ് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ മനസ്സിലാക്കിയത്. കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തന്നെ 5 പേരുടെയോ മറ്റോ മൊഴിയാണ് ഇദ്ദേഹത്തിനെതിരെ ഉള്ളത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പൊ ഇത് അദ്ദേഹം മടക്കി എന്ന് പറയുമ്പോൾ
പോലീസിന്റെ അധികാര തലപ്പത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കുള്ള ഞെട്ടലൊന്നുമില്ല സ്മൃതി. അവർ ഇതുപോലെയുള്ള ഇടപെടലുകളൊക്കെ നിരന്തരം നടത്തുന്നതാകും. ഇങ്ങനെയുള്ള ഇടപെടലുകളൊന്നും ക്രിമിനൽ കേസിൽ പ്രതിയാക്കപ്പെടുവാൻ പോലീസ് ഉദ്യോഗസ്ഥനെ, അതൊരു സാധാരണ ഉദ്യോഗസ്ഥനല്ല, ADGPയെ പ്രതിയാക്കാനുള്ള ഒരു ഗ്രാവിറ്റിയുള്ള വിഷയമായിട്ട് ഇവർ കാണുന്നുണ്ടാവില്ല. ഈ സി റൈറ്റ് മിൽസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ചിന്തകൻ, പവർ എലീറ്റ് എന്ന് പറയുന്നിട്ടുള്ള ഒരു സങ്കല്പനം, ആ പേരിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പാശ്ചാത്യ ലോകത്ത് പതിറ്റാണ്ടുകളോളം വലിയ ചർച്ചകളൊക്കെ ഉയർത്തിയ ഒരു വിഷയമാണ്. അപ്പൊ ആ ഒരു തലത്തിൽ അധികാരം കൈയാളുന്ന ആ ഒരു ഉന്നത വർഗം ഉണ്ടല്ലോ, ആ ഒരു പവർ എലീറ്റിന്റെ ഒരു സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ DGPക്ക് ADGPയെ കുറ്റക്കാരനാക്കി കൊണ്ടുവരാനോ അല്ലെങ്കിൽ നാളെ DGP ആകുവാനുള്ള സാധ്യതകളെല്ലാം തെളിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ കർശനമായിട്ടുള്ള നിയമബോധവും ധാർമ്മിക ബോധവും പ്രകടിപ്പിച്ചുകൊണ്ട് നടപടിയെടുക്കുവാനോ ഒന്നുമുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കാനുള്ള ഒരു സാധ്യത കേരളത്തിന്റെയോ മറ്റൊരു സംസ്ഥാനത്തിന്റെയോ ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ പ്രകടിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു ലാക്സിറ്റി അവിടെ DGPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിലേ ടാക്ടിക് ആയിട്ടാണോ ഇത് മടക്കിയതെന്ന് സാങ്കേതികത്വമാണ് ഇന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ശ്രീ എം ആർ അഭിലാഷ്, ഇന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് നേരിട്ട് ഞാൻ റിപ്പോർട്ട് വാങ്ങുകയല്ല ചെയ്യുക എന്ന് പറയുന്നു. അത് ആഭ്യന്തരമന്ത്രിയായാലും നേരിട്ട് റിപ്പോർട്ട് വാങ്ങുകയല്ല ചെയ്യുക എന്ന് പറയുന്നു. DGP പരിശോധിച്ച ശേഷം അത് നൽകുകയാണ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ അങ്ങ് പറഞ്ഞത് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് എന്നുള്ളതാണ്. പക്ഷേ DGP SITക്ക് റിപ്പോർട്ട് മടക്കുന്നത് വ്യക്തത വേണ്ട ഭാഗങ്ങളിൽ തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ്. അപ്പോൾ ഇനി 31-ാം തീയതിക്ക് എത്ര ദിവസങ്ങളുണ്ട് എന്ന് നമ്മുടെ മുന്നിലുണ്ട്. അതിനു മുൻപ് വ്യക്തത വരുത്തി തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നൊരു തിടുക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതല്ലേ? പറഞ്ഞോളൂ. അല്ല, ഇപ്പം 31 എന്നുള്ള ഒരു ഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിനകത്ത് പാളിച്ചകളുണ്ട്, അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറി പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അത് മടക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതൊരു നേരായിട്ടുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതിനകത്ത് ഇനിയിപ്പോൾ തുടരന്വേഷണം നടത്തി 30-ാം തീയതിക്ക് മുമ്പ് റിപ്പോർട്ട് സമർപ്പിച്ച് തീരുമാനമെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായോഗികമായിട്ട് സാധ്യമാണെന്നും തോന്നുന്നില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിന്, ഇപ്പം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്കാണെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണെങ്കിലും ഇവരൊക്കെ തന്നെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട് ഇപ്പോൾ ഓഫീസ് അസ്യൂം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ മയക്കുമരുന്നിനെതിരെ തൂഫാൻ പോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്യുമ്പോൾ അതേ ധാർമ്മിക ബോധത്തോടുകൂടി എത്ര ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും അടിച്ച് തൂഫാനാക്കി കളയുവാനുള്ള ഒരു ജനാധിപത്യ ധാർമ്മികത പ്രകടിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.